ഇങ്ങോട്ട് നോക്കൂ. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു വശത്ത് കടലാണ്. അത് കഴിഞ്ഞ ശേഷം വളരെ നല്ല രീതിയിൽ കല്ല് വിതറിയിട്ടുള്ള സഞ്ചാരയോഗ്യമായ സ്ഥലമാണ്. വർഷത്തിലെ വിവിധ സമയങ്ങളിൽ ദേശാടന പക്ഷികൾ ഇവിടെ എത്തുന്നു. കടൽ പക്ഷികളുടെ ശബ്ദവും തിരമാലകളുടെ മുഴക്കവും ചേർന്ന് പ്രകൃതിയുടെ സംഗീതം സൃഷ്ടിക്കുന്നു. നോക്കൂ, വളരെ ശാന്തമായ ഒരു ബീച്ചാണ്, വളരെ സൈലന്റ് ആണ്. ഇവിടെ നിന്നുകൊണ്ട് ദൂരെയായി ബെഡ്ലി സാൽട്ടർട്ടൺ ബീച്ചിനെ നോക്കുമ്പോൾ ചുവന്ന പാറകളും ഉരുളൻ കല്ലുകളും നീലക്കടലും ഒരുമിച്ച് ചേർന്ന് ഒരു മനോഹര ചിത്രമായി തോന്നി. വരൂ കൂട്ടുകാരെ, നമുക്ക് ഇന്ന് ബെഡ്ലി സാൽട്ടർട്ടൺ ബീച്ചിലേക്ക് പോകാം. ഒരു കമോൺ. ഇതാണ് നമ്മുടെ ബീച്ചിന്റെ ഡീറ്റെയിൽസ് എഴുതിയ ബോർഡ്. ഇതിനകത്ത് ഈസ്റ്റ് ഡെവൺ ഡിസ്ട്രിക്ട് കൗൺസിലിന്റെ ഭാഗമായിട്ടുള്ള ബെഡ്ലി സാൽട്ടർട്ടൺ ബീച്ച് എന്ന് വളരെ ക്ലിയർ ആക്കി എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ പാലിക്കേണ്ട നിയമങ്ങളെ കുറിച്ചുള്ള പൂർണ്ണമായ വിവരം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബീച്ചിന്റെ വളരെ ഒരു പ്രത്യേകതയാണ്, നമുക്കിവിടെ വളരെ മനോഹരമായ വലിയ വിശാലമായ കാർ പാർക്കിംഗ് അവൈലബിൾ ആണ്. ഇത് കാർ പാർക്കിംഗ് യൂസ് ചെയ്യുന്നതിന് വേണ്ടി പേയ്മെന്റ് ചെയ്യേണ്ടതാണ്. പേയ്മെന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആ മെഷീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വളരെ വിശാലമായ കാർ പാർക്കിംഗ് ആണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയസ് അവിടെയുണ്ട്. ഈ പ്രദേശത്ത് എത്തുന്ന ഒരാൾക്ക് ഇതൊരു സാധാരണ കടൽ തീരം പോലെ തോന്നാം. എന്നാൽ അടുത്തറിയുമ്പോൾ കോടിക്കണക്കിന് വർഷങ്ങളുടെയും ഭൂമിയുടെ ചരിത്രവും മനുഷ്യരുടെ ജീവിതകഥകളും പ്രകൃതിയുടെ അത്ഭുതകരമായ സൗന്ദര്യവും ഒത്തുചേർന്ന ഒരു അപൂർവ സ്ഥലമാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സാധാരണയായി നമ്മൾ മറ്റുള്ള ബീച്ചുകളിൽ പോകുമ്പോൾ കാണാറുള്ളതുപോലെ മണൽ പ്രദേശമായ തീരം കൂടിയതല്ല ഈ തീരം. പകരം ലക്ഷക്കണക്കിന് വട്ടത്തിലുള്ള കല്ലുകൾ തീർത്ത് പരന്നു കിടക്കുന്ന ഒരു ശാന്തസുന്ദരമായ തീരമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഈ തീരത്ത് കാണുന്ന കല്ലുകൾ വെറും കല്ലുകളല്ല. അവയിൽ പലതും 440 ദശലക്ഷം വർഷങ്ങൾക്കധികം പഴക്കമുള്ളതാണ്. ഭൂമിയിൽ ഇന്നത്തെ ജീവജാലങ്ങൾ രൂപപ്പെടുന്നതിന് വളരെ മുമ്പുണ്ടായിരുന്ന പുരാതന കാലഘട്ടങ്ങളുടെ നിശബ്ദ സാക്ഷികളാണെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ലോകപ്രശസ്തമായ ജുറാസിക് കോസ്റ്റിന്റെ ഭാഗത്താണ്. ജുറാസിക് കോസ്റ്റ് എന്നത് ഒരു സാധാരണ തീരമേഖലയല്ല. ഭൂമിയുടെ ഏകദേശം 185 ദശലക്ഷം വർഷത്തെ ചരിത്രവും പാറകളുടെ മലഞ്ചെരുവുകളിലും രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രകൃതിദത്ത മ്യൂസിയമാണ്. അതുകൊണ്ട് തന്നെ യുനെസ്കോ ഈ പ്രദേശത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബെഡ്ലി സാൽട്ടർട്ടൺ ഈ മഹത്തായ പൈതൃകത്തിന്റെ പടിഞ്ഞാറൻ കവാടങ്ങളൊന്നായി അറിയപ്പെടുന്നു. പ്രകൃതി സ്നേഹികൾക്ക് ഈ പ്രദേശം ഒരു സ്വർഗമാണ്. സമീപത്തുള്ള റിവർ ഓട്ടർ എസ്റ്റേറ്ററി നിരവധി പക്ഷികളുടെ ആവാസ കേന്ദ്രമാണ്. വർഷത്തിലെ വിവിധ സമയങ്ങളിൽ ദേശാടന പക്ഷികൾ ഇവിടെ എത്തുന്നു. കടൽ പക്ഷികളുടെ ശബ്ദവും തിരമാലകളുടെ മുഴക്കവും ചേർന്ന് പ്രകൃതിയുടെ സംഗീതം സൃഷ്ടിക്കുന്നു. ഇവിടെ ഇപ്പോൾ സമയം 8:15 കഴിഞ്ഞു. രാത്രി സമയമാണ്. അരയന്നങ്ങൾ നീന്തുകയാണ്. ശാന്തത തേടുന്നവർക്കും ഫോട്ടോഗ്രാഫർമാർക്കും ഈ സ്ഥലം പ്രത്യേക ആകർഷണമാണ്. അതുപോലെ തന്നെ ഈ ബീച്ചിന്റെ മറ്റൊരു മനോഹാരിതയാണ്, നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ ഈ ഉയർന്ന സ്ഥലത്തിരുന്ന് തന്നെ നമുക്ക് ഈ ബീച്ചിന്റെ ഭംഗി വീക്ഷിക്കാവുന്നതാണ്. നോക്കൂ, വളരെ ശാന്തമായ ഒരു ബീച്ചാണ്, വളരെ സൈലന്റ് ആണ്. സൂര്യൻ അസ്തമിച്ചിട്ടില്ല, അതുപോലെ തന്നെ ചൂടുമില്ല. അങ്ങനെ ഒരു ഇളം തണുപ്പുള്ള കാലാവസ്ഥയാണ്. ഇവിടെ ഇരുന്ന് അങ്ങനെ വിശാലമായിട്ട് നമുക്ക് ഇവിടുത്തെ ബീച്ചിന്റെ സൗന്ദര്യം ആസ്വദിക്കാവുന്നതാണ്. ബെഡ്ലി സാൽട്ടർട്ടൺ ബീച്ചിന്റെ കിഴക്കേ അറ്റത്താണ് റിവർ ഓട്ടർ എസ്റ്ററി സ്ഥിതി ചെയ്യുന്നത്. ബീച്ചിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ഇവിടെ എത്തിച്ചേരാം. ഓട്ടർ എസ്റ്ററി എന്നത് റിവർ ഓട്ടർ എന്ന നദി ഇംഗ്ലീഷ് ചാനൽ കടലുമായി ചേരുന്ന പ്രദേശമാണ്. പ്രകൃതി സൗന്ദര്യത്തിനും പക്ഷി നിരീക്ഷണത്തിനും ഇത് വളരെ പ്രശസ്തമാണ്. ബെഡ്ലി സാൽട്ടർട്ടൺ ബീച്ചും ഓട്ടർ എസ്റ്ററിയും ചേർന്ന് ഡെവണിലെ ഏറ്റവും മനോഹരമായ പ്രകൃതി മേഖലകളൊന്നായി കണക്കപ്പെടുന്നു. കടലും നദിയും ഒരുമിക്കുന്ന കാഴ്ച ഇവിടെ നമുക്ക് വളരെ ആകർഷണമായി കാണാവുന്നതാണ്.
ഇങ്ങോട്ട് നോക്കൂ. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു വശത്ത് കടലാണ്. അത് കഴിഞ്ഞ ശേഷം വളരെ നല്ല രീതിയിൽ കല്ല് വിതറിയിട്ടുള്ള സഞ്ചാരയോഗ്യമായ സ്ഥലമാണ്. അത് കഴിഞ്ഞ് ഈ സ്ഥലത്ത് കുറേ ഒരു ചെറിയ കൈവഴി പോലെ പുഴ ഒഴുകുന്നുണ്ട്. പുഴയെന്ന് പറഞ്ഞാൽ ഈ കടലിൽ നിന്നുള്ള വെള്ളം ഇതിലോട്ട് ഇരച്ച് കയറിയതാവാം. അത് കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കും. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ട് നിറയെ കുന്നുകളാണ്, ചെറിയ കുന്നുകളാണ്. ഈ ഭാഗം തന്നെ നമുക്ക് തോന്നും ഭൂമിയുടെ ഒരു ഭാഗം അടർന്ന് കടലിലേക്ക് വീണതാണോ എന്ന് തന്നെ തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഭംഗി വരുന്നത്. ബെഡ്ലി സാൾട്ടർട്ടൺ ബീച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ശാന്തതയാണ്. ഇംഗ്ലണ്ടിലെ മറ്റു പ്രശസ്ത ബീച്ചുകളെ പോലെ തിരക്കേറിയ വിനോദ കേന്ദ്രമല്ല ഇത്. പകരം പ്രകൃതിയുമായി അടുത്തിടപഴകാനും ചരിത്രത്തെ അനുഭവിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ ഒരു സ്ഥലമാണ്. ഇവിടെ എത്തുന്ന ഒരാൾക്ക് തിരമാലകളുടെ ശബ്ദം കേട്ട് കടലിനെ നോക്കി നിൽക്കുമ്പോൾ സമയം പതുക്കെ നീങ്ങി പോകുന്നത് കാണാം. ഞങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒത്തിരി സമയം ഞങ്ങൾ ഇങ്ങനെ തന്നെ ചെലവഴിച്ചു. അതുപോലെ തന്നെയാണ് ഇവിടെയുള്ള മേൽപ്പാലം. ഈ മേൽപ്പാലത്തിലൂടെയും നമുക്ക് ഈ പ്രദേശം സന്ദർശിക്കാവുന്നതാണ്. ഈ വാട്ടർ എസ്റ്റുറിയിൽ വന്നിട്ട് മുന്നിലോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിവിധ തരം ദേശാടന പക്ഷികൾ, ഹെറോണുകൾ, കടൽ പക്ഷികൾ, അപൂർവ സസ്യജാലങ്ങൾ, അരയന്നങ്ങൾ, അങ്ങനെ നമുക്ക് മൊത്തത്തിൽ ഇവിടെ നിന്ന് വളരെ രീതിയിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ വിവിധതരം പക്ഷികളെയും നമുക്ക് കാണാവുന്നതാണ്. ഈ സായാഹ്നത്തിൽ ഇവിടെ നിന്നുകൊണ്ട് ദൂരെയായി ബെഡ്ലി സാൾട്ടർട്ടൺ ബീച്ചിനെ നോക്കുമ്പോൾ ചുവന്ന പാറകളും ഉരുളൻ കല്ലുകളും നീലക്കടലും ഒരുമിച്ച് ചേർന്ന് ഒരു മനോഹര ചിത്രമായി തോന്നി. പ്രകൃതി തന്റെ ഏറ്റവും മനോഹരമായ നിറങ്ങൾ ഉപയോഗിച്ച് വരച്ച ഒരു ക്യാൻവാസ് പോലെ സമയം പോകുന്നത് പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. മടങ്ങാൻ തുടങ്ങിയപ്പോൾ പ്രത്യേക അനുഭവം മനസ്സിൽ അവശേഷിച്ചിരുന്നു. ബെഡ്ലി സാൾട്ടൺ ബീച്ചിന്റെ കടൽ സൗന്ദര്യവും വാട്ടർ എസ്റ്റുറിയുടെ ശാന്തതയും ചേർന്ന് ഈ യാത്രയെ മറക്കാനാവാത്ത ഒന്നാക്കി മാറ്റിയിരുന്നു. അതുപോലെ ഈ ദിവസം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ചില സ്ഥലങ്ങൾ നമ്മൾ സന്ദർശിക്കുന്നത് കാണാനാണ്, എന്നാൽ ചില സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് അനുഭവിക്കാനാണ്. ബെഡ്ലി സാൾട്ടൺ ബീച്ചും വാട്ടർ എസ്റ്റുറിയും അത്തരത്തിലുള്ള ഒരു അപൂർവ സ്ഥലങ്ങളിൽ ഒന്നാണ്. ഇവിടെ ചെലവഴിച്ച ഓരോ നിമിഷവും പ്രകൃതിയുമായുള്ള ഒരു സംഭാഷണമായിരുന്നു. ഇന്നും ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനോഹര യാത്ര. ഈ കാണുന്ന പ്രദേശം ഒരു സംരക്ഷിത പ്രദേശമാണ്. ദേശാടന കിളികൾക്ക് വരുവാനും അതുപോലെ തന്നെ ഉപ്പ് കലർന്ന ജലം നിറഞ്ഞ സ്ഥലമാണ്. ഇത് ഒരു സംരക്ഷിത പ്രദേശമാണ്. അതുപോലെ തന്നെ മറ്റുള്ള ജലജീവികൾക്കെല്ലാം വളരെ അനുയോജ്യമായ രീതിയിൽ വസിക്കാൻ പറ്റിയ ഒരു ആവാസ വ്യവസ്ഥ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം. അതുപോലെ തന്നെയാണ് ഇവിടെ വരുന്ന സന്ദർശകർക്ക് വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റ് ആണ്. ഈ ടോയ്ലറ്റ് യൂസ് ആൻഡ് പേ ആണ്. അങ്ങനെ നമുക്കിവിടെ മൊത്തത്തിലൊരു 5-6 ടോയ്ലറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതും ഇതുപോലെ തന്നെ യൂസ് ആൻഡ് പേ ആണ്. അതുപോലെ തന്നെയാണ് ഇതിന്റെ ചാർജ്, ഇതിന്റെ ഉപയോഗവും അതുപോലെ തന്നെ ഇതിന്റെ ചാർജ് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ തന്നെ അത് ഡിസ്പ്ലേയിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് കാർഡ് വെച്ച് സ്വൈപ്പ് ചെയ്ത് ഇതിനകത്ത് കയറാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വന്ന് ഈ സ്ഥലം കണ്ട് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സമയം രാത്രി 9 മണിയോട് അടുക്കുന്നു. നമുക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. പക്ഷേ എന്നിരുന്നാലും സൂര്യൻ ഇതുവരേക്കും അസ്തമിച്ചിട്ടില്ല. പ്രകൃതി അതിന്റെ പൂർണ്ണ ഭംഗിയോട് തന്നെ നിലനിൽക്കുന്നതായി നമുക്ക് കാണാം.